പാപത്തെ മറച്ചുവെക്കരുത്, തെറ്റിനെ ലഘൂകരിക്കരുത്, ഹൃദയപൂർവ്വം ഏറ്റുപറയാൻ നിനക്ക് സാധിക്കണം. ലോകത്തിലെ ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥന സങ്കീർത്തനം 51. ദാവീദ് ഹൃദയത്തിൽ നിന്നും ഉതിർത്ത പ്രാർത്ഥന. അതിൻ്റെ തലക്കെട്ട് തന്നെ ദൈവമേ കരുണ തോന്നണമേ എന്നാണ്. വ്യഭിചാരം, കൊലപാതകം, വഞ്ചന, അധികാര ദുർവിനിയോഗം, എണ്ണിയാലൊടുങ്ങാത്ത തിന്മകളാണ് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായത്. സാമുവേൽ അവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയവനായിരുന്നു. തെറ്റ് ചെയ്തപ്പോൾ പ്രവാചകനായ നാഥാൻ അവനെ നേരിട്ടു. തൻ്റെ തെറ്റുകളെ ന്യായീകരിക്കാൻ അവൻ തയ്യാറായില്ല. ഹൃദ്യമായി ഏറ്റുപറഞ്ഞു. അതാണ് 51 സങ്കീർത്തനം. ഒരു പാപിയുടെ അനുതാപം ഊറുന്ന ഹൃദയപൂർവമായ പ്രാർത്ഥന. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഏറ്റുപറയുന്ന അനുഭവം. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദുഃഖിച്ച് കർത്താവെ എനിക്ക് തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സങ്കീർത്തനം 51:10 വായിക്കുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ നവചൈതന്യം ദൈവമേ എനിക്ക് തിരികെ തരണമേ. എൻ്റെ സുഖത്തെക്കാളും സന്തോഷത്തെക്കാളും എൻ്റെ കിരീടത്തെക്കാളും പേരിനേക്കാളും പ്രശസ്തിയേക്കാളും അങ്ങ് നൽകുന്ന ചൈതന്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി എന്നുള്ള തിരിച്ചറിവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരനുഗ്രഹം ഇത് തന്നെയാണ്. തെറ്റേറ്റു പറഞ്ഞ് പരിത്യജിക്കുന്ന അനുഭവം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28 നാം വായിക്കുന്നു, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവൻ ഐശ്വര്യമുണ്ടാകുകയില്ല, തെറ്റേറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണ്? അനുതപിക്കുന്ന പാപിയെക്കുറിച്ചല്ലേ? ലൂക്ക 15 വചനം ഓർമ്മപ്പെടുത്തുന്നു 3 തവണ. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അനുതപിക്കുന്ന പാപി തിരികെ വരുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കാൻ അവന് സാധിക്കും. ഹൃദ്യമായ ഏറ്റുപറച്ചിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവമാണ്. ഈ നൊയമ്പുകാലം ഇതുപോലെ പാപത്തെ മറച്ചു വയ്ക്കാതെ ഏറ്റുപറയാനുള്ള അനുഭവമായി തീരട്ടെ. സങ്കീർത്തനം 51 ദൈവമേ കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപക്ഷമ ലഭിച്ചവന് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് സങ്കീർത്തനം 32 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 2 വചനഭാഗങ്ങളും ഈ തപസ് കാലത്തിലെ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളായി തീരട്ടെ. ഹൃദ്യമായി വായിക്കുക, കർത്താവിൻ്റെ അരുളപ്പാട് നമുക്ക് ലഭിക്കും.